അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. അതെ, ഹാദിയ ആലോചിക്കുകയാണ്. റബ്ബേ, ഞാൻ ആഗ്രഹിച്ചത് ഉസ്താദിനെ ആയിരുന്നു. ശരിയാണ്, ഹബീബ് ഉസ്താദിനെ ഞാൻ ആഗ്രഹിച്ചിരുന്നു. എന്നാൽ ഐഷുവിൻ ഐഷുവിനെ അദ്ദേഹം നിക്കാഹ് ചെയ്തു. ആയിക്കോട്ടെ, അവർ ജീവിച്ചോട്ടെ. എന്നാൽ എനിക്ക് ആഷി ഉസ്താദ് എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നു. പക്ഷേ എന്ത് ചെയ്യാൻ, ആഷി ഉസ്താദിനെയും എനിക്ക് കിട്ടിയില്ല. ആഷി ഉസ്താദ് പോവുകയാണ് ഈജിപ്തിലേക്ക്. അതുകൊണ്ട് തന്നെ എൻ്റെ വീട്ടുകാർ കല്യാണം പെട്ടെന്നാക്കാൻ വേണ്ടി നോക്കുകയാണ്. അവരുടെ എല്ലാ ആഗ്രഹങ്ങൾക്കും ഞാൻ തടസ്സം നിന്നതാണ്. ഒരുപാട് ആലോചനകൾ വന്നിട്ടുണ്ട്. എന്താ ചെയ്യാം, എനിക്ക് ഇപ്പോൾ എന്നെ കാണാൻ വന്നതൊരു ഫ്രീക്കൻ ചെക്കനാണ്. പഠിച്ചവനെ, എൻ്റെ ജീവിതം എന്തായി തീരും എനിക്ക് അറിയണില്ല. ശരിയാണ്, ഒരുപാട് സ്വത്തും സമ്പത്തും എല്ലാം ഉണ്ടെന്ന് പറഞ്ഞു. ചെക്കന് കുഴപ്പമൊന്നുമില്ല, കാഴ്ചയിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഉസ്താദ് എന്ന് കേൾക്കുമ്പോഴേ എന്തെന്നറിയില്ല, എന്തൊക്കെയോ മനസ്സിലേക്ക് കടന്നു വരികയാണ്. സാധാരണത്തെ രീതിയിൽ എല്ലാവർക്കും ഉസ്താദ് എന്ന് കേൾക്കുമ്പോഴേ പലരുടെയും മുഖത്ത് ഞാൻ കണ്ടിട്ടുള്ളത് സ്ഥായി ഭാവമാണ്. അതെ, ഒരു പുച്ഛം. ഓ, ഓൾ ഹസ്ബൻഡ് ഉസ്താദോ? പിന്നെ എന്തുകൊണ്ടാണെന്നറിയില്ല, സാധാരണ പുരുഷന്മാരെക്കാൾ മഹത്വമുള്ളവരാണ് തലപ്പാവണിഞ്ഞ വെള്ള വസ്ത്രധാരികൾ. അങ്ങനെ ഒരാളായി തന്നെ ഇണയായി തരണേ എന്ന് ഞാൻ നിത്യം അള്ളാഹുവിനോട് തേടലുണ്ട്. അതെ, എന്തെന്നറിയില്ല. പക്ഷേ ചിലത് നമ്മൾ ആഗ്രഹിച്ചാലൊന്നും കിട്ടില്ല. എന്ത് ചെയ്യാം, ഞാൻ ആഗ്രഹിച്ചത് ഉസ്താദിൻ്റെ കൂടെയുള്ള ജീവിതമായിരുന്നു. പക്ഷേ ഇഷ്ടപ്പെട്ട രണ്ട് ഉസ്താദുമാരെയും എനിക്ക് വിവാഹം കഴിക്കാൻ പറ്റിയില്ല. എന്നാൽ ഇപ്പോൾ ഹബീബ് ഉസ്താദിനെ കുറിച്ച് അങ്ങനെ ഒരു ചിന്തയൊന്നുമില്ല. ഐഷു അവളേതായാലും ഭാഗ്യവതിയാണ്. അവൾക്ക് ഉസ്താദിനെ കിട്ടിയല്ലോ, അവൾ സുഖമായി ജീവിക്കട്ടെ. പിന്നെ എനിക്ക് എന്നോട് വീണ്ടും സഹതാപം തോന്നിയ ഒരു ഉസ്താദ് എന്ന് വെച്ചാൽ ആഷി ഉസ്താദാണ്. ആഷി ഉസ്താദാണെങ്കിൽ പഠിക്കാൻ വേണ്ടി പോവുകയാണ്. പഠിച്ചവനെ, കാര്യമില്ല, ഇനിയിപ്പോൾ ഒന്നും ചിന്തിച്ചിട്ട് ഉള്ളതില്ലേ തൃപ്തിപ്പെട്ട് കഴിയന്നെ. കാരണം ഒരിക്കലും ഉമ്മാനെയും ഉപ്പാനെയും ഇനി ഞാൻ വിഷമിപ്പിക്കില്ല. അത് ഒരുപാട് അറിവുകളൊക്കെ കിട്ടിയപ്പോൾ ഇതുവരെ ചെയ്തതൊക്കെ ഭയങ്കര തെറ്റായിപ്പോയി എന്നൊക്കെ തോന്നി. റബ്ബേ, അറിഞ്ഞോ അറിയാതെയും ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ചെയ്തിട്ടുണ്ട്. റഹ്മാനെ, അതൊക്കെ നീ പുറത്തു കൊണ്ടാ. മനസ്സിനുള്ളിൽ ഒരുപാട് ആഗ്രഹമുണ്ട്. അതെ, അവൾക്ക് ഒരു ഉസ്താദിനെ കല്യാണം കഴിക്കാന്നുള്ളത്. പിന്നെ വീട്ടുകാർക്ക് അത്ര വലിയൊരു താല്പര്യമൊന്നും ഉണ്ടാവില്ല അതിന്. കാരണം ഉസ്താദുമാർ പൈസ ഇല്ലാത്തവരല്ലേ. പൈസ ഇല്ലാത്തവരോട് ജീവിച്ചാലേ ജീവിതം വലിയ രസം ഉണ്ടാവില്ല എന്നായിരിക്കും എല്ലാവരും വിചാരിക്കുന്നത്. പക്ഷേ ഉള്ള ജീവിതത്തിൽ സംതൃപ്തി ഉണ്ടാകും. അതെ, ഒരുപാടൊന്നും ഉണ്ടാവില്ല, അത് ശരി തന്നെയാണ്. കണക്കിലേറെ ഒന്നും ഉണ്ടാവില്ല പല ഉസ്താദുമാരടുത്തും. എന്നാൽ ഉള്ളതിൽ ബർക്കത്തുണ്ടാവും. അതൊരു സന്തോഷമാണ്, അത് റാഹത്താണ്. എന്താ ചെയ്യുക, എൻ്റെ കൂട്ടുകാരി. അതെ, അവൾക്കും ഒരു ഉസ്താദിനെ തന്നെയാണ് കിട്ടിയത്. അവൾ എൻ്റെ കൂടെ കോളേജിലല്ല പഠിക്കുന്നത്, 10ാം ക്ലാസ് വരെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. പക്ഷെ അവളെ കഥയൊക്കെ കേട്ടപ്പോൾ വല്ലാത്തൊരു സന്തോഷം തോന്നി. അതെ, ഓളൊന്നും ഉസ്താദിൻ്റെ കൂടെ ജീവിക്കുന്നു. ഓളെ ഭർത്താവ് ഒരു ഉസ്താദാണ്. അന്നൊന്നും അത്ര വലിയ ആഗ്രഹങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നല്ലോ. പിന്നെ ഓരോ ഉസ്താദുമാരെ പ്രഭാഷണങ്ങളും ഒക്കെ കേൾക്കുമ്പോഴാണ് മനസ്സിനുള്ളിലേക്ക് ഓരോന്ന് കടന്നു വരിക. അപ്പം ചിന്തിക്കും, പഠിച്ചവനെ, അങ്ങനെയൊക്കെ ജീവിക്കണം എന്നുണ്ടെങ്കിൽ ഉസ്താദുമാരെന്നെ കല്യാണം കഴിക്കണം. പിന്നെ ഞാൻ വിചാരിച്ച പോലെ ഒന്നും കിട്ടിയില്ലെങ്കിൽ പിന്നെ കിട്ടിയതിനെ സ്വീകരിക്കുക. എനിക്ക് കിട്ടിയതൊരു ഫ്രീക്കൻ ചെക്കനാണ്. അതെ, അങ്ങനെയുള്ള പെൺകുട്ടികളും ഉണ്ടാവും. ചില പെൺകുട്ടികൾക്ക് നല്ല അടിപൊളിയായിട്ട് ജീവിക്കാനൊക്കെ ആയിരിക്കും ഇഷ്ടം. പക്ഷേ എനിക്ക് അങ്ങനെയൊന്നും തോന്നണില്ല റബ്ബേ. ആദ്യമൊക്കെ ഇഷ്ടമായിരുന്നു, പക്ഷേ ഇപ്പം അതൊന്നും തോന്നണില്ല. ഇപ്പോൾ പഠിച്ചവനെ പേടിച്ച് നല്ല രീതിയിൽ നടക്കണം എന്നുള്ള ചിന്ത മാത്രമാണ്. അതെ, കുറേയൊക്കെ കാട്ടിക്കൊട്ടിക്കണേ അറിയട്ടല്ല. റബ്ബേ, എന്താ ചെയ്യാം. മുറിയിൽ ഒറ്റയ്ക്കിരുന്ന് ആലോചിക്കുകയായിരുന്ന ഹാദിയയെ ഉമ്മ വിളിക്കുന്നു. മോളെ, മോളെ. ആ ഉമ്മ, എന്താ മോളെ ഒറ്റയ്ക്കിരിക്കണ്? പിന്നെ ഞാൻ ഒരു കാര്യം പറഞ്ഞു തരാം, ഇവിടെ വാ. എന്തോ ഉമ്മ? അതെ, ചില ഭാഗത്ത് കെട്ടിച്ച് വിട്ടാലേ കല്യാണത്തിന് അന്ന് തന്നെ പെൺകുട്ടിയെ കൊണ്ട് എന്തെങ്കിലും കുക്ക് ചെയ്യിപ്പിക്കൂട്ടോ. നിനക്ക് എന്തെങ്കിലും അറിയോ? ഇവിടെ ലൈലി ചേച്ചി ഉണ്ടായതുകൊണ്ടും ഞാൻ ഉണ്ടായതുകൊണ്ടും മോൾക്ക് വീട്ടിലത്തെ പണിയും കാര്യങ്ങളൊന്നും അറിയില്ലല്ലോ. അത്യാവശ്യം കുറച്ച് എന്തെങ്കിലുമൊക്കെ കുക്ക് ചെയ്ത് പഠിക്കണം കേട്ടോ. കാരണം പറയാൻ പറ്റൂല, ചിലർ പരീക്ഷിക്കും, അങ്ങനെയൊക്കെ ചെയ്യും. അതെ, ചിലയിടത്താണെങ്കിൽ കല്യാണം കഴിച്ചു കൊണ്ടുപോയി പിറ്റേന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പെണ്ണിൻ്റെ കൈ കൊണ്ട് ഉണ്ടാക്കണം. അങ്ങനെയൊക്കെ ചിലയിടത്ത് ഓരോ നിബന്ധനകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ പരീക്ഷിക്കും മോളെ. ഉമ്മാൻ്റെ കുട്ടി ഒന്ന് എന്തെങ്കിലുമൊക്കെ പഠിക്കണം കേട്ടോ. ആ ഉമ്മ,
ആയിക്കോട്ടെ. അവൾ അനുസരണയുള്ള കുട്ടിയെപ്പോലെ അതിന് സമ്മതം മൂളി. പാവൻ്റെ മോള് ഇപ്പം ആകപ്പാടുള്ള ആള് മാറിയിരിക്കണം. പഴയ പോലത്തെ ആ ഉഷാറും പ്രസരിപ്പും ഒന്നുമില്ല. എന്നാൽ ഈ സമയം അതാ ആഷിഖ് ഉസ്താദിൻ്റെ വീട്ടിൽ, അന്ന് ഹബീബ് ഉസ്താദ് അതാ ഐഷുവിൻ്റെ വീട്ടിൽ വിരുന്നാണ്. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഹബീബ് ഉസ്താദിനെ കാണുന്നില്ലല്ലോ എന്ന് ഉമ്മ അങ്ങനെ വിചാരിച്ച് നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് ബുള്ളറ്റിൻ്റെ ശബ്ദം കേട്ടത്. അല്ലാ മോനോ, മോനെ, ഞാൻ മോനെക്കുറിച്ച് വിചാരിച്ച് നിൽക്കുകയായിരുന്നു. ആ ഉമ്മ, അത് കുറച്ച് തിരക്കുണ്ടായിരുന്നു, അപ്പോൾ അവിടെ ഇവിടെയൊക്കെ പോകേണ്ട ആവശ്യമൊക്കെ ഉണ്ടായിരുന്നു. ആ ആയിക്കോട്ടെ, ഞാൻ അങ്ങനെ ഐഷുവിനോട് പറയും, എന്താ മോളെ ഇപ്പോൾ വരാത്തത് മോനെ, എനിക്ക് പേടിയായിരുന്നു. അപ്പോൾ ഓള് പറയും, എൻ്റെ ഉമ്മ അത് ഒരു ബിസിയാണ് ഉമ്മ, അപ്പോൾ തിരക്കാണ്, അതുകൊണ്ടാണ് വരാൻ പറ്റാത്തത്. എന്നാലും അങ്ങനെ അല്ലായിരുന്നല്ലോ മറ്റേത്. എല്ലാവരും കിടന്നതിന് ശേഷം വന്നാലും എല്ലാവരും എണീക്കുന്നതിന് മുമ്പ് നീച്ച് പോയാലും വരാറുണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിൽ സന്തോഷമായിരുന്നു. അല്ലേ, കല്യാണം കഴിഞ്ഞ് നിൽക്കാൻ കഴിഞ്ഞാൽ പിന്നെ മനസ്സൊക്കെ ബേജാറാണ്. ഉമ്മ, ഞാൻ അവളോട് പറഞ്ഞിരുന്നു, പിന്നെ ഒരുപാടാകും ലേറ്റായിട്ട് വന്നിട്ട്. അപ്പോൾ ഓള് പറഞ്ഞതാണ്, എന്നാൽ ഇക്ക ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വന്നാൽ മതി. എന്ത് ഡ്യൂട്ടി ആയിരുന്നു അതുമ്മ? ഓരോ ഡ്യൂട്ടികളൊക്കെ ഉണ്ടായിരുന്നു. എന്താ ഇലക്ഷൻ ഡ്യൂട്ടി എന്തെങ്കിലും ആണോ? അതൊന്നല്ല. ഉസ്താദ് ചിരിച്ചുകൊണ്ട് അതാ അകത്തേക്ക് പോയി. അവിടെ റൂമിൽ ഐഷു ഉണ്ടായിരുന്നു. ഐഷു, ഓ വന്നോ? എന്താടി ഇത്ര കനം? ഒന്നുമില്ലേ, എത്ര ദിവസമായി ഇപ്പോൾ വീട്ടിലേക്ക് വന്നിട്ട്, നമ്മളൊന്നിപ്പോൾ വേണ്ടല്ലോ. അല്ലടണ്ണേ, ഞാൻ പറഞ്ഞില്ല നിന്നോട് കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത്. പിന്നെ വീട്ടിൽ കുറച്ച് ആയിക്കോട്ടെ, മറ്റത് എത്ര തിരക്കായാലും എൻ്റെ അടുക്കിലേക്ക് വരാറുണ്ടായിരുന്നു. ഇപ്പം തിരക്കായി. അല്ലെങ്കിലും കുറച്ച് പഴകിക്കഴിഞ്ഞ് അങ്ങനെ ആയിരിക്കും. അല്ല പെണ്ണേ, അല്ല നമുക്ക് പോണ്ടേ? എന്തായി? പാസ്പോർട്ടേ കിട്ടില്ല നിൻ്റെ? കിട്ടി. എന്നാൽ ടിക്കറ്റ് പെട്ടെന്ന് എടുക്കണം, എന്നിട്ട് പോകണം. അത് ഒരു മാസം എടുക്കല്ലേ? ഒരു മാസത്തിന് നമുക്ക്. ഇക്ക, അപ്പോൾ ക്ലാസ്സൊക്കെ? അത് സാരല്ല, ക്ലാസ് ഇനിയിപ്പോൾ വെക്കേഷനും കാര്യങ്ങളും അതിനിപ്പോൾ അതിൻ്റെ നഷ്ടപ്പെട്ട ക്ലാസ് ഞാൻ കണ്ടിന്യൂ ചെയ്ത് എടുത്തരുന്നുണ്ട്. എന്താ, നിനക്ക് പ്രശ്നമില്ലല്ലോ? അതൊന്നുമില്ല. പിന്നെ എൻ്റെ ഭർത്താവ് ഒരു ഉസ്താദായതുകൊണ്ട് എൻ്റെ വിഷയങ്ങളൊക്കെ എനിക്ക് പഠിപ്പിച്ചു തരാമല്ലോ. എന്തായാലും ബുക്സൊക്കെ എടുത്തോ, കാരണം അവിടുന്ന് നമുക്ക് ഒഴിവ് കിട്ടുമ്പോഴൊക്കെ ഞാൻ പിന്നെ ഉംറ കഴിഞ്ഞിട്ട് അവിടേക്ക് ഒന്ന് ജസ്റ്റ് വിസിറ്റ് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചു. എൻ്റെ പൊന്നാരെ, ഇനി എന്നെക്കൊണ്ട് ബുക്ക് എടുക്കാനൊന്നും വയ്യട്ടോ, ഞാൻ കൊണ്ടുപോകണില്ല. എന്താടി, നിനക്ക് മടിയാണോ? അല്ല, ഇനി അവിടെയെങ്കിലും ഒന്ന് സ്വസ്ഥമായി, ഒന്നും ഒരുപാട് പഠിക്കാനുണ്ടാവും. എൻ്റെ അമ്മ പഠിച്ച് കുഴങ്ങിക്കണ്. അതിൻ്റെ ഇടയിൽ പഠിക്കാതെ വന്നാലുള്ള ഉസ്താദ്മാർക്ക് നിന്നുള്ള ഇമ്പോസ്റ്റും കാര്യങ്ങളും അതും കഴിയൂല. വേണ്ട, ഇനി അങ്ങ് റിലാക്സ് ആയിട്ടൊന്ന് ഉംറയൊക്കെ ചെയ്ത് വരട്ടെ. മറ്റേത് പഠിക്കണം എന്നുള്ള ചിന്ത മാത്രമായാലേ നടക്കൂല. അങ്ങനെയാണെങ്കിൽ വേണ്ട, എക്സാമിന് പിന്നെ നീ റിപ്പീറ്റ് ചെയ്യേണ്ടി വരും കേട്ടോ. എന്നാലും കൊല്ലപ്പരീക്ഷയൊന്നുമല്ലല്ലോ. എന്നാലും മാർക്ക് കുറഞ്ഞാൽ അത് ഞാൻ ഉള്ള കാര്യം പറയാം, എൻ്റെ വിഷയത്തിന് മാർക്ക് കുറഞ്ഞാൽ നിനക്ക് അതിനുള്ള പണി ഞാൻ തരും. എൻ്റെ ഇക്ക പ്ലീസ്, നിങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത്? ഒന്ന് സ്വസ്ഥമായി പഠിക്കാത്ത പുസ്തകമില്ലാത്തൊരു ജീവിതം ഞാൻ ഒന്ന് ആലോചിച്ച് നോക്കട്ടെ. പുസ്തകമില്ലാത്ത ജീവിതം അല്ലേ? പിന്നെ കെട്ടിച്ച് വിട്ട് കഴിഞ്ഞാൽ പലർക്കും പുസ്തകമില്ലാത്ത ജീവിതം തന്നെ ആയിരിക്കും. ഉപരിപഠനത്തിന് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിനക്ക് പഠിച്ചാൽ മതിട്ടോ. ഒരിക്കലും ഞാൻ നിന്നെ നിർബന്ധിക്കണില്ല. നിനക്ക് ഓരോ കോഴ്സുകൾ എടുക്കണം എന്നൊക്കെയല്ലേ നീ പറഞ്ഞിരുന്നത്. ഞാൻ ഒരിക്കലും നിർബന്ധിക്കണില്ല. എനിക്ക് ഇഷ്ടമേ ഉള്ളൂ നീ പഠിക്കാൻ പോകാത്തത്. നീ പഠിക്കാനൊന്നും പോകണ്ട, ഇവിടെ നിന്നാ വീട്ടിൽ. പിന്നെ ഞാൻ എൻ്റെ വീട്ടിലേക്കും കൊണ്ടുപോകും. എനിക്ക് വരുമ്പോഴത്തേന് ചായയും ചോറും കറിയും എല്ലാം വെച്ച് നീ കാത്തിരിക്കും, നമ്മുടെ മക്കളെയൊക്കെ നോക്കിക്കൊണ്ട്. ഒന്ന് പോയിക്കാ. എപ്പോഴും മക്കൾ എന്നുള്ള ചിന്തയാണ്. ഒന്ന് എന്താ പിന്നെന്താ, മക്കൾ വേണ്ടേ? മക്കൾ വേണ്ടായിട്ടല്ല, ഈ അടുത്ത ഒരു വർഷം കൂടി ഉണ്ട് ഈ കോഴ്സ് ഒന്ന് കംപ്ലീറ്റ് ചെയ്യാൻ. റബ്ബേ, എത്രയെങ്ങാനും പഠിക്കാൻ. സാധാരണ ഡിഗ്രിക്കൊക്കെ ചേരുകയാണെങ്കിൽ വെറും സാധാരണ വിഷയങ്ങൾ പഠിച്ചാൽ മതി. അത് മാത്രമല്ല, എല്ലാ വിഷയങ്ങളും പഠിക്കണം. പോരാത്തതിന് ഇസ്ലാമിക് വിഷയങ്ങളും പഠിക്കണം. ഞങ്ങളെപ്പോലത്തെ കുട്ടികൾക്ക് ഒരുപാട് ഭാരമാണ്. മറ്റേത് വെറും ഡിഗ്രി എടുക്കുകയാണെങ്കിൽ ഡിഗ്രി വിഷയങ്ങൾ മാത്രം പഠിച്ചാൽ മതിയായിരുന്നു. ഇതിപ്പോൾ അത് പറ്റൂലല്ലോ. എന്തായാലും കംപ്ലീറ്റ് ചെയ്യണം. ഏതായാലും 2ാം വർഷം ഉള്ളത്, ഒരു വർഷം കൂടെ ഉണ്ട്. അപ്പോൾ ഇനിയും 1.5 വർഷം പഠിക്കണം എന്നർത്ഥം അല്ലേ? അതിനെന്താ, എന്നാൽ പിന്നെ ടിക്കറ്റ് മറ്റന്നാൾക്ക് എടുത്താലോ? തിങ്കളാഴ്ച. ഇക്ക, സത്യമാണോ? സത്യമായിട്ടും. പിന്നെ
ക്ലാസ്സിലൊക്കെ പറഞ്ഞോ നീ പോകുന്ന കാര്യം? ഇല്ലിക്ക, പറഞ്ഞിട്ടില്ല. അല്ല, എന്തപ്പോൾ ഹാദിയ ഇപ്പോൾ അവൾ വല്ലാതെ കളിക്കലില്ലല്ലേ? അവള് ഇപ്പോൾ പഴയ പോലെ അത്ര അല്ലിക്ക. ഹാദിയ ഇപ്പോൾ പാവയിക്കണ്. പഴയ പോലെ അവള് അത്ര മോശം സ്വഭാവമൊന്നുമല്ല. ആളാകെ മാറിക്കണ്. ഇപ്പം എപ്പോഴും സ്വലാത്തൊക്കെ ചൊല്ലിക്കൊണ്ടാണ്. സത്യമായിട്ടും ആണോ? മാഷാ അല്ലാ, നന്നാവട്ടെ മക്കള്. കാരണം അത് സ്വാഭാവികമായിട്ടും ചില ആളുകൾക്ക് വരുന്നതാണ്. അത് പറഞ്ഞിട്ട് കാര്യമില്ല. എന്തേക്കാ? ഇപ്പോൾ നിങ്ങൾക്കുള്ളോട് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? എന്ത് തോന്നാൻ? അതെ, ആദ്യമൊക്കെ അവളുടെ സംസാരം കേൾക്കുമ്പോൾ നമുക്ക് ദേഷ്യം പിടിക്കുമായിരുന്നു. എന്നാൽ ഇപ്പോൾ കുട്ടി മൊത്തത്തിൽ മാറിയിട്ടുണ്ട്. നല്ല അച്ചടക്കവും നല്ല സ്വഭാവവും ഒക്കെ ആയിട്ട്. ആ പിന്നെ ഓളെ കല്യാണമുണ്ട്. കല്യാണോ? ആ, ഓളെ പെണ്ണ് കാണാൻ വന്നിരുന്നത്രേ. ആഹാ, അപ്പോൾ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നില്ലേ? കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ടോ അറിയില്ല. ഓള് പറഞ്ഞു ഓളെ പെണ്ണ് കാണാൻ വന്നിരുന്നു എന്ന് പറഞ്ഞു. ഓ, അപ്പോൾ അതെന്തിപ്പോൾ അങ്ങനെയായത്? എന്തായാലും ഇത് അടുത്ത വർഷം കണ്ടത് കഴിഞ്ഞിട്ട് അങ്ങനെ പോയാൽ പോരെ. പിന്നെ വെറുതെ എന്തിനാണ് ഇപ്പോൾ ഇങ്ങനത്തെ ഓരോ കോഴ്സൊക്കെ എടുത്ത് പഠിക്കണേ? ഇസ്ലാമിക് കോഴ്സൊക്കെ ആകുമ്പോൾ 3-4 വർഷമാകുമ്പോൾ അതിൻ്റേതായ രീതിയിലുള്ള ഒരു ബെനിഫിറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ചെയ്യണം. അല്ലാതെ പാതി വഴിയിൽ ഇങ്ങനെ നിർത്തി പോയിട്ട് ഇപ്പോൾ എന്താ അറിയില്ല. ഇനിയിപ്പോൾ പഠിപ്പിക്കാൻ വിടുമോ അറിയില്ലല്ലോ. ഓളെ വീട്ടിൽ നിന്ന് ഓളെ കെട്ടിയോ എന്താ തലക്കാരനാവോ? ഫ്രീക്കൻ ചെക്കനെന്നൊക്കെ പറഞ്ഞു കേട്ടത്. ഓ, നിനക്ക് ഫ്രീക്കൻ ചെക്കന് വേണ്ടിയിരുന്നോ? വേണ്ടേ? ഓ എൻ്റെ റബ്ബേ. ആദ്യമൊക്കെ എനിക്ക് കുട്ടികളൊക്കെ പറയുമ്പോൾ ഒരു അങ്ങനെ ഇതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം എനിക്ക് തോന്നുന്നു ഉസ്താദ് ഇല്ലാത്തത് നല്ല. എന്താ ഉസ്താദന്മാരെന്താ ഫ്രീക്കന്മാരല്ലേ? ഫ്രീക്കൻ ഉസ്താദല്ലേ എൻ്റെത്? എന്താ ഉസ്താദന്മാരുടെ എന്താ ടൂറ് പോകില്ലേ? പലരുടെയും വിചാരം എന്താണെന്നോ, ഉസ്താദന്മാരെ കിട്ടിയാൽ ടൂറും ഇല്ല കാര്യവും ഇല്ല ഒന്നുമില്ലാതെ വീട്ടിനുള്ളിൽ ഇങ്ങനെ അടച്ചിട്ടിരിക്കുക എന്നാ. അങ്ങനെയല്ല. ഉസ്താദന്മാരാകുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് യാത്രകൾ കാര്യങ്ങൾ എല്ലായിടത്തും കൊണ്ടുപോകും. അങ്ങനെയൊക്കെ ഒരു ഇതാണ്. അങ്ങനെയാണ് ഉസ്താദന്മാരെന്ന് വെച്ചാൽ. അല്ലാതെ പലരുടെയും ചിന്താഗതി എന്തൊക്കെയാണ്, അതൊക്കെ ഒന്ന് മാറ്റം വരുത്തണം അല്ലേ? അതിനെന്താ പെണ്ണെ, ചിന്തിക്കുന്നവർ ചിന്തിക്കട്ടെ. പക്ഷെ ഉസ്താദിനെ കല്യാണം കഴിച്ചവർക്കല്ലേ അതിനെപ്പറ്റി അറിയുള്ളൂ. പിന്നെ ഉസ്താദുമാർ മാത്രത്തെ നല്ലതെന്ന് ഒരിക്കലും പറയരുത് കേട്ടോ. കാരണം എത്രയോ നല്ല നല്ല യുവാക്കളുണ്ട് നമ്മുടെ സമൂഹത്തിൽ. ഒരു വേഷം കൊണ്ട് മാത്രം നന്നാവണമെന്നില്ല. അതെ, നല്ല യുവാക്കൾ ഇഷ്ടം പോലെ ഉണ്ടാവും. ഒരു പക്ഷേ ഹാദിയയുടെ നല്ലൊരു യുവാവായിരിക്കും. അതെ, ചില ആളുകൾ നല്ല ഫ്രീക്കൻ ചെക്കന്മാരൊക്കെ ഉണ്ടാവും. പക്ഷേ നമുക്ക് പ്രധാനമായിട്ട് വേണ്ടത് 5 വക്ത് നിസ്കാരം വേണം. അതാണ് നമ്മൾ നോക്കേണ്ടത്. നിസ്കരിക്കുന്നുണ്ടോ എന്നാൽ പിന്നെ അവൻ കുഴപ്പക്കാരനല്ല. അപ്പോൾ അത്ര വലിയ തെറ്റൊന്നും കാര്യങ്ങളൊന്നും ചെയ്യൂല. അപ്പോൾ പഠിച്ചവനൊരു പേടി കുറച്ചൊക്കെ ഉണ്ടാവും. തീരെ നിസ്കാരത്തിൻ്റെ കാര്യത്തൊന്നും ചിന്തിക്കാതിരുന്നാലേ അങ്ങനത്തെ പോലും പിന്നെ കുറച്ച് പേടിക്കണം. എന്തായാലും ഹാദിയ നമുക്ക് കുറച്ച് ഉപദേശങ്ങളൊക്കെ കൊടുക്കാം അല്ലേ? ഇൻഷാ അല്ലാ. അങ്ങനെ അതാ ആ ദിവസം രാത്രി ഉസ്താദും ഐഷുവും സുഖമായി ഉറങ്ങി. പിറ്റേന്ന് രാവിലെ അവിടെ നിന്നാണ് പോകുന്നത്. സാധാരണ രീതിയിൽ സുബഹിന് അങ്ങോട്ട് പോകും. ഉമ്മ തലേന്ന് പറഞ്ഞിരുന്നു, പൊന്നു മോനെ നാളെ ചായക്ക് നിൽക്കണം കേട്ടോ, അല്ലാതെ മോനെ പോവരുത് കേട്ടോ. അതെ, അമ്മായിമാരുടെ അടുത്ത് നിന്ന് ചായ കുടിച്ചിട്ട് കുറച്ച് ദിവസം അയക്കണേ. ഹബീബ് ഉസ്താദ് ഐഷയോട് പറഞ്ഞു. അതെ ഐഷു, അല്ല ഇന്നെന്താ പള്ളിയിൽ പോയിട്ട് തിരിച്ചിങ്ങോട്ട് തന്നെ വന്നത്? ഒന്നുമില്ല, അമ്മായിമാരുടെ അടുത്ത് നിന്ന് ചായ കുടിക്കാൻ വേണ്ടിയിട്ടേ എന്നോട് പ്രത്യേകം പോരുതെന്ന് പറഞ്ഞിരുന്നു. ഓ അങ്ങനെ, അല്ലാതെ എന്നോടുള്ള സ്നേഹം കൊണ്ടൊന്നല്ലേ? അല്ല, അമ്മായിമാരെയും കുറച്ച് സ്നേഹിക്കണ്ടേ? ഇതുപോലൊക്കെ പെണ്ണിനെ പറ്റതല്ലേ? ഒന്ന് പോയിക്കാ. അങ്ങനെ അതാ അവർ രണ്ടുപേരും ഫ്രഷായി കോളേജിലേക്ക് പോകുവാൻ വേണ്ടി ഒരുങ്ങുന്നു. അല്ല അഷി, ഇന്നെന്താ കോളേജിലേക്കില്ലേ? ഇന്ന് എനിക്കൊരു വരെ പോകാണ്ട്. എന്താ പോക്കിൻ്റെ കാര്യം എന്തായി? എനിക്ക് വിസ കിട്ടിയിട്ടുണ്ട്. കിട്ടിയോ? അപ്പോൾ ഒരാഴ്ചക്കുള്ളിൽ. ഓ അങ്ങനെ, അപ്പോൾ ഇക്ക പോവുകയാണോ? അതെടി പോട്ടെ, പഠിക്കണ്ടേ? ഇവിടെ ഇങ്ങനെ ഈ കുറഞ്ഞ സാലറിയിൽ ജോലി ചെയ്തിട്ട് എന്ത് കാര്യമാണ്? എന്തെങ്കിലുമൊക്കെ കൂടുതലായിട്ട് നേടണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെയൊക്കെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് പഠിക്കണം. ഓ അങ്ങനെയാണല്ലേ. അപ്പോൾ ഇന്ന് ആഷി ക്ലാസ്സിലില്ല? ഇന്നില്ല, ഇന്ന് എനിക്കൊരു കൂടെ പോകാണ്ട്. ആയിക്കോട്ടെ. അല്ല, ഹാദിയനോട് ഇപ്പം എന്താ പറയുക? ഒരു നിമിഷം ആഷി ഞെട്ടിപ്പോയി. ഐഷു, നീ എന്തീ പറയുന്നത്? പെണ്ണെ, ആളുകൾ ഓരോന്ന് കേൾക്കണം. ആ കുട്ടിയുടെ കല്യാണം ഉറപ്പിച്ചിരിക്കണ്. ഓരോന്നും വെറുതെ പറഞ്ഞ്. അല്ലിക്ക, ഞാൻ വെറുതെ പറഞ്ഞെന്ന് മാത്രം. അല്ല, എന്താ പറയേണ്ടത് ഹാദിയനോട്? അല്ല, ഹാദിയ മാത്രമല്ല വേറെ കുട്ടികളൊക്കെ ചോദിക്കൂലേ? അപ്പം എന്താ പറയേണ്ടത്?
എൻ്റെ പൊന്നാര പെണ്ണേ, ഞാനൊരു എന്നെ ഇപ്പോൾ ആര് ചോദിക്കാനാ? പിന്നെന്താ ചോദിക്കും, ആദ്യം എന്തായാലും ചോദിക്കും. ഐഷു, ഡേ ആ കുട്ടിയുടെ കല്യാണം വെറുതെ മുടക്കണ്ട കേട്ടോ. ഓരോന്ന് പറഞ്ഞിട്ട് അവരൊക്കെ എന്ന് പറഞ്ഞാൽ വലിയ തറവാട്ടുകാരാണ്. ഏതോ ഒരു വലിയ പ്രമാണിയൊക്കെ കാണാൻ വന്നിക്കണമെന്നൊക്കെ പറഞ്ഞു കേട്ടു. ഇനിയിപ്പോൾ അതൊന്നും ഓരോന്ന് പറഞ്ഞ് എൻ്റെ ഇക്ക ഞാൻ പറയുന്നില്ലേ. എല്ലാവരും ഇതാ ഭക്ഷണം കഴിക്കുന്നു. ആഷി ഇരുന്നില്ല. ആഷി വരുന്നില്ലേ? ഞാൻ കുറച്ച് കഴിഞ്ഞല്ലേ നിങ്ങൾ കഴിക്കി. ഞാൻ എന്തായാലും ഇപ്പോൾ എനിക്ക് അർജൻറ്റ് ഇല്ലല്ലോ. മോനെ ഇരുന്ന മോനെ. ഉമ്മ ഞാനിപ്പോൾ വരാം, എനിക്കൊരു അത്യാവശ്യം ഒന്ന് പുറത്ത് പോകാനുണ്ട്. അപ്പോൾ തന്നെ അവൻ ബൈക്ക് സ്റ്റാർട്ടാക്കി പോയി. എന്താന്നാവും ഉമ്മ, എന്തിനാ ഇപ്പോൾ ആഷിക്ക അങ്ങോട്ട് പോകുന്നത്? എന്തിനപ്പോ? ഇവിടെയുള്ള ജോലിയൊക്കെ പോരെ? ഐഷു ചോദിച്ചപ്പോൾ ഉമ്മ പറഞ്ഞു, അത് ഓൻ പോയി പഠിച്ചോട്ടെ, പഠിച്ച് നന്നായി വരട്ടെ, എന്നിട്ട് ഇൻഷാ അല്ലാ നല്ലൊരു കോളേജിലൊക്കെ ജോലിയൊക്കെ ഒന്ന് സെറ്റായി ലെക്ചറോ എവിടെയെങ്കിലൊക്കെ ആകാമല്ലോ. ഇവിടെ അല്ലെങ്കിൽ വിദേശത്തൊക്കെ അങ്ങനെ ആകുമ്പോഴേ മോളെ എന്തെങ്കിലും ക്യാഷ് ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ഒരു പെണ്ണ് കെട്ടിയാലും പെണ്ണിനെ പോറ്റാനും വേണ്ടേ അത്യാവശ്യം ക്യാഷൊക്കെ. അപ്പോൾ ഉമ്മ ഹബീബ് ഉസ്താദോ? ഹബീബ് ഉസ്താദിനിപ്പോൾ എന്താ എന്നെ പോറ്റുന്നില്ലേ? ഇപ്പോഴും നല്ല മോളെ, ചിലവ് വരാൻ പോകണില്ലല്ലോ. ഇപ്പം നീ അവിടെയും ഇവിടെ ആകുമ്പോൾ അത് അറിയില്ല. ഒരു പെണ്ണ് കെട്ടിക്കഴിഞ്ഞാൽ എല്ലാ ചിലവും വഹിക്കണ്ടേ? അപ്പം എന്തൊക്കെ തന്നെയാലും കുറച്ചും കൂടെ ഒക്കെ ക്യാഷ് വേണം ഓനക്ക്. അതിനെന്താ നീ അത് മുടക്കുന്നത്? അവൻ പൊയ്ക്കോട്ടെ, ഹബീബ് ഉസ്താദ് പറഞ്ഞു. അല്ല ഒന്നുമല്ല. നിനക്കിങ്ങനെ കൊത്തി കളിക്കാൻ ആളുണ്ടാവില്ലല്ലേ? അതും ഉണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ നീ ഇവിടെ നിൽക്കുന്നില്ല, നിന്നെ ഞാൻ കൊണ്ടുപോവല്ലേ. അല്ല മക്കളെ, നിങ്ങൾ ഉംറൻ്റെ കാര്യം എന്തായി? അതുമ്മ മറ്റന്നാളൊക്കെ. പഠിച്ചോനെ, അപ്പോൾ ഒരാഴ്ച നീട്ടിക്കൂടെ? അല്ലമ്മ വേഗം പോയി വരാലോ. എന്നാൽ ഇൻഷാ അല്ലാ നിങ്ങളെല്ലാവരോടും ഒന്ന് പറഞ്ഞുകൊണ്ടിട്ടോ പോക്കിൻ്റെ കാര്യമൊക്കെ. ഉമ്മ. അങ്ങനെ അതാ അന്നവർ കോളേജിലേക്ക് എത്തി. കോളേജിലേക്ക് എല്ലാ കുട്ടികളും എത്തിയിട്ടുണ്ട്. ഹാദിയയും വന്നിട്ടുണ്ട്. ഉസ്താദുമാരും എല്ലാവരും എത്തിച്ചേർന്നു. അന്ന് ഫസ്റ്റത്തെ പീരീഡ് ആഷിഖ് ഉസ്താദിൻ്റെ പീരീഡായിരുന്നു. എല്ലാവരും ആഷിഖ് ഉസ്താദിന് വേണ്ടി കാത്തിരുന്നു. അസ്സലാമു അലൈക്കും എന്നുള്ള ആ ഒരു വാക്ക് അന്നവിടെ കേട്ടില്ല. ബെല്ലടിച്ച് ഏറിയ സമയം കഴിഞ്ഞപ്പോൾ ഷെഫീഖ് ഉസ്താദ് വന്നു. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. അല്ല ഉസ്താദ്, ഇന്ന് ആഷിഖ് ഉസ്താദ് ഇല്ല? എന്താ മക്കളെ, നിങ്ങൾക്ക് ആഷിഖ് ഉസ്താദിനെ പറ്റുള്ളൂ? ആഷിഖ് ഉസ്താദ് പോവുമല്ലേ? അപ്പോൾ അതിൻ്റേതായ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടേ ഉസ്താദ് ഇനി ചിലപ്പം കുറച്ച് ദിവസം ലീവായിരിക്കും. അല്ലാ, പോവുകയാണോ? ഉസ്താദ് ഉപരിപഠനത്തിന് പോവല്ലേ, നിങ്ങളോടൊക്കെ പറഞ്ഞില്ലേ? പറഞ്ഞിരുന്നു. എന്നാലും ഇത്ര പെട്ടെന്ന് എല്ലാവർക്കും വല്ലാത്തൊരു ടെൻഷനായിപ്പോയി. എന്നാൽ ആ നിമിഷം ഹാദിയ ആ ഒരു വാക്ക് കേട്ട് അവൾ മുഖം പൊത്തി കരഞ്ഞുപോയി. അതെ, അവൾക്ക് എന്തൊക്കെയോ മനസ്സിനുള്ളിൽ പ്രതീക്ഷകളുണ്ടായിരുന്നു. ആ പ്രതീക്ഷകളെല്ലാം ഞെട്ടറ്റ് പോയ സങ്കടത്തിൽ അവൾ പൊട്ടിക്കരഞ്ഞു. ഇൻഷാ അല്ലാ നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.